Hi, hello, welcome to Competitive Cracker. It's me, Vishnu Ashok. നമുക്കറിയാം നമ്മളുടെ സെറ്റിന്റെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിരിക്കുന്ന സമയമാണ്. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്ലൈ ചെയ്യാത്തവര് ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. ഒക്ടോബർ 20 വൈകിട്ട് 12 മണി വരെയാണ് സമയമുള്ളത്. അതിനുള്ളിൽ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചോണം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ SC ST OBC ഒക്കെ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ റിസർവേഷന്റെ ആ ഒരു ഗുണം കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ OBC വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് എടുത്തതിന് ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ആരും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. സെറ്റ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എന്ത് ചെയ്തോണം, ഈ ഒക്ടോബർ 20 മുന്നേ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളുടെ സെറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദത്തിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചോണം. കേരളത്തിൽ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്ന് ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദത്തിൽ 50% കുറയാത്ത മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്, സെറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. കൂടാതെ ഏതെങ്കിലും വിഷയത്തിൽ BEdും ഉണ്ടെങ്കിൽ അവർ സെറ്റ് ജാനുവരി 2025 അപേക്ഷിക്കാൻ യോഗ്യരാണ്. അപ്പോൾ ഓർത്ത് വെച്ചോളുക, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തുണ്ടായിരിക്കണം, ബിരുദാനന്തര ബിരുദവും എന്തും ഉണ്ടായിരിക്കണം, BEdും ഉണ്ടായിരിക്കണം. അതേ വിഷയത്തിൽ തന്നെ എന്തും ഉണ്ടായിരിക്കണം, BEdും ഉള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് 2025 ജനുവരിയിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബിരുദാനന്തര ബിരുദവും അതോടൊപ്പം തന്നെ BEd സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഇതിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. സെക്കൻഡ് ഇയർ ഇപ്പോൾ പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആ കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോണം. അന്യ സംസ്ഥാനങ്ങളിലെ സർവകലാശാലയിൽ നിന്നും മേൽപ്പറഞ്ഞ യോഗ്യത നേടിയവർ പ്രസ്തുത യോഗ്യത കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ച തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. മനസ്സിലാക്കിക്കോണം, നിങ്ങളുടെ ബിരുദാനന്തര ബിരുദം മറ്റൊരു സർവകലാശാലയിൽ നിന്നാണ്, കേരളത്തിന് വെളിയിലുള്ള ഒരു സർവകലാശാലയിൽ നിന്നാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ BEd കേരളത്തിന് വെളിയിലുള്ള ഒരു സർവകലാശാലയിൽ നിന്നാണ് എങ്കിൽ നമ്മൾ ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്ന് തത്തുല്യമായിട്ടുള്ള ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റും കൂടി എടുത്തതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, കേരളത്തിന് വെളിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ ബിരുദാനന്തര ബിരുദം ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ BEd ചെയ്തത് എങ്കിൽ നിങ്ങൾ ഈ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്തോണം, എടുത്തു വെച്ചോണം. അല്ലെങ്കിൽ നമുക്ക് ആ സെറ്റൊക്കെ ക്വാളിഫൈഡ് ആയി അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കി വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൊമേഴ്സ്, ഫ്രഞ്ച്, ജർമ്മൻ, ജിയോളജി, ഹോം സയൻസ്, ജേർണലിസം, ലാറ്റിൻ, മ്യൂസിക്, ഫിലോസഫി, സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടല്ലോ. അതായത് കൊമേഴ്സ്, ഫ്രഞ്ച്, ജർമ്മൻ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കകത്താണ് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളത് എങ്കിൽ, നിങ്ങൾക്ക് BEd ഇല്ല എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സെറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള ഈ വിഷയങ്ങൾക്കൊക്കെയാണ് ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് സെറ്റ് പരീക്ഷ എഴുതുന്നതിന് BEd യോഗ്യത നിർബന്ധമല്ല. ഓർത്ത് വെച്ചോണം. കൊമേഴ്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികൾ, അതായത് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പറ്റില്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികൾ, അതായത് MCom കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളാണ് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സെറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ ഒന്ന് ഓർത്ത് വെച്ചോണം. കൊമേഴ്സ്, ഫ്രഞ്ച്, ജർമ്മൻ, അതുപോലെ തന്നെ ഹോം സയൻസ്, ജേർണലിസം, മ്യൂസിക്, സൈക്കോളജി, സോഷ്യൽ വർക്ക് അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ, ആ സബ്ജക്റ്റുകൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചോണം. അത്തരത്തിലുള്ള സബ്ജക്റ്റുകളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള കുട്ടികൾ, പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് BEd ഇല്ല എങ്കിലും എന്തിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്തോണം, ഉറപ്പായിട്ടും എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിക്കാത്ത കറസ്പോണ്ടൻസ് കോഴ്സ് വഴിയോ ഓപ്പൺ സർവകലാശാലയിൽ നിന്നോ യോഗ്യത നേടിയവർ സെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ അർഹരല്ല.
ഓർത്തു വെച്ചോളുക. കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാല അംഗീകരിക്കാത്ത, കേരളത്തിലുള്ള സർവകലാശാലകളൊന്നും അംഗീകരിക്കാത്ത രീതിയിലുള്ള കറസ്പോണ്ടൻസ് ആയിട്ടുള്ള കോഴ്സ് വഴിയോ അല്ലെങ്കിൽ ഓപ്പൺ സർവകലാശാലയിൽ നിന്നോ യോഗ്യത നേടിയിട്ടുള്ള ആളുകളാണ് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഈ സെറ്റ് എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. അതുപോലെ തന്നെ എന്താണ്, അംഗീകാരമില്ലാത്ത കറസ്പോണ്ടൻസ് കോഴ്സ് വഴിയോ ഓപ്പൺ സർവകലാശാല വഴിയോ കേരളത്തിന് പുറത്ത് ഏതെങ്കിലും സർവകലാശാലകളിൽ നിന്നോ യോഗ്യത നേടിയവർ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നോ ആ ബിരുദത്തിനെ അംഗീകരിച്ചുകൊണ്ടുള്ള തുല്യ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം. അതായത് തുല്യതാ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മളുടെ കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നോ ഓപ്പൺ സർവകലാശാലകളിൽ നിന്നോ കറസ്പോണ്ടൻസ് ആയിട്ടുള്ള കോഴ്സുകൾ വഴിയോ ഒക്കെ എന്താണ് ഇത്തരത്തിലുള്ള ബിരുദമോ ബിഎഡോ ഒക്കെ നേടിയിട്ടുള്ള ആളുകളാണെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകളിൽ നിന്നുമുള്ള തുല്യതാ സർട്ടിഫിക്കറ്റ് അഥവാ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്താണ്, അവസാന വർഷ ബിഎഡ് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ബിരുദാനന്തര ബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് എന്തിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം ബിഎഡ് കോഴ്സ് നിങ്ങളിപ്പം സെക്കൻഡ് ഇയർ ആണ് പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെക്കൻഡ് ഇയർ എത്തി, നിങ്ങൾക്ക് ബിരുദാനന്തര ബിരുദം ഉണ്ട്, അങ്ങനെയുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ വീഡിയോ മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. നമുക്ക് സെറ്റ് എന്ന് പറയുന്ന എക്സാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പോൾ ഈ എക്സാം പഠിക്കണമെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വേയിൽ പഠിച്ചു പോകണം. നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. സെറ്റിന്റെ ഒരു നല്ല ടീമുണ്ട്. മോക്ക് ടെസ്റ്റുകളിലൂടെയും ലൈവ് ക്ലാസ്സുകളിലൂടെയും റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെയും PDF മെറ്റീരിയലുകളിലൂടെയും ഒക്കെ നിങ്ങളെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് എടുപ്പിക്കാനായിട്ട്. അപ്പം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയാൽ മാത്രമാണ് നമുക്ക് സെറ്റ് പോലെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. സെറ്റ് പോലുള്ള ഒരു എക്സാം നിങ്ങളെ ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് PDF മെറ്റീരിയലിലൂടെയും ലൈവ് ക്ലാസ്സുകളിലൂടെയും റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെയും മോക്ക് ടെസ്റ്റുകളിലൂടെയൊക്കെ എന്തെല്ലാമാണോ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം CCയിൽ അവൈലബിൾ ആണ്. അപ്പോൾ CCയുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. സെറ്റ് കൊമേഴ്സിനോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെല്ലാമാണോ സെറ്റ് കൊമേഴ്സ് നേടിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് അതെല്ലാം നൽകിക്കൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനത്തിൽ ഞാനും ഉണ്ടാവും നിങ്ങളുടെ ഒപ്പം. അതുപോലെ തന്നെ നമ്മളുടെ സെറ്റിന്റെ മറ്റെല്ലാ ബാച്ചുകളും റൺ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സെറ്റ് ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ്, ഹിസ്റ്ററി, സുവോളജി, ഹിന്ദി, ജനറൽ പേപ്പർ എല്ലാ ബാച്ചുകളും നമ്മളിവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ നമ്മളോടൊപ്പം ചേരുക. ഉറപ്പായും നിങ്ങൾക്ക് ഈ ഒരു എക്സാം, സെറ്റ് എക്സാം എന്നുള്ള നിങ്ങളുടെ സെറ്റ് നേടിയെടുക്കുക എന്നുള്ള നിങ്ങളുടെ ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് ഉറപ്പായിട്ടും CC നിറവേറ്റി തരുന്നതായിരിക്കും. അപ്പം നമ്മളോടൊപ്പം ചേരുക. നിങ്ങൾക്ക് സെറ്റ് നേടിയെടുക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റിന് ഇതുവരെ അപ്ലൈ ചെയ്യാത്ത ആളുകളാണ് എങ്കിൽ നമ്മൾ സെറ്റിന് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും ഇതിനോടൊപ്പം നൽകുന്നതായിരിക്കും. അതുപോലെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിലും ജോയിൻ ചെയ്യുക. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ഉറപ്പായും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നന്ദി.